ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓണം എന്നല്ല, ഏത് ആഘോഷമായാലും നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് ഒരുപാട് തിരക്ക് പിടിച്ച സമയമായിരിക്കും അല്ലേ. നമ്മൾ ഡെയിലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പുറമെ ബാക്കി നമ്മുടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പിന്നെ ഫുഡ് പ്രിപ്പറേഷൻസും ഒക്കെ ആയിട്ട് ഒരുപാട് തിരക്ക് പിടിച്ച ദിവസങ്ങളല്ലേ. അപ്പോൾ അത്തരത്തിൽ തിരക്ക് പിടിച്ചൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ നമ്മുടെ സദ്യ പ്രിപ്പറേഷൻസിക്കൊക്കെ കിടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കുറച്ച് ഐറ്റംസൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതേ വീട്ടിൽ തന്നെയാണ് എല്ലാ ഐറ്റംസും പ്രിപ്പയർ ചെയ്യുന്നത്. വറുത്തുപ്പേരി, ശർക്കര ഉപ്പേരി, ഇതെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഈസി ആയിട്ട് വാങ്ങിച്ചൂടെയെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ എന്താ പറയുക, നമ്മൾ നമ്മുടെ ഓണത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ പറയാറുണ്ടല്ലേ, പൂക്കൾ പറിക്കാൻ പോയതും പൂക്കൾ ഇട്ടതും സദ്യ ഒരുക്കിയതും. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ മക്കൾക്ക് ആ ഓർമ്മകൾ മുഴുവനായിട്ടൊന്നും കൊടുക്കാൻ നമുക്ക് എന്തായാലും സാധിക്കില്ല അല്ലേ. കാലം മാറുന്നതിനനുസരിച്ച് ഓരോ ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെങ്കിലും നമ്മൾ അമ്മമാരെന്ന നിലയ്ക്ക് അവർക്ക് എന്താഘോഷമായാലും കുറച്ച് നല്ല ഓർമ്മകളൊക്കെ അവർക്ക് വേണ്ടി സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ആഘോഷങ്ങളിൽ ഇതുപോലത്തെ ഒരുക്കങ്ങൾ അതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു എന്നുള്ളത് അവരെന്ന് കാണിക്കണ്ടേ. അപ്പോൾ അവർക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മൾ അമ്മമാരുടെ കടമയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടായാലും നമ്മൾ ഓണത്തിനുള്ള എല്ലാ ഐറ്റംസും വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഒക്കെയാണ് കേട്ടോ എല്ലാം ചെയ്തത്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയാലും നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സന്തോഷങ്ങൾ, കുറച്ച് നല്ല ഓർമ്മകൾ സമ്മാനിക്കാനൊക്കെ പറ്റി, അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇതേ ഞാൻ വറുത്തുപ്പേരി, ശർക്കരപ്പേരി എല്ലാം ഉണ്ടാക്കി. അതിന് ശേഷം ഞാൻ ലൈം പിക്കിൾ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ലൈം പിക്കിൾ ലൈമൊന്ന് പിന്നെ ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം നന്നായി തുടച്ചെടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. അരിയുന്നതിന് മുമ്പ് നന്നായി തുടച്ചെടുക്കണം. അതിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ, പിക്കിൾ പെട്ടെന്ന് കേട് വന്നു പോകും. അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അച്ചാറിനുള്ള മസാല അച്ചാറ് കൂട്ട് റെഡിയാക്കുകയാണ്. ഇതിന് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അതും വിനീഗറും പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം കടുകും മുളകും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ, ഈ മസാല ഇതിൽ ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂപ്പിക്കണമെന്നില്ല, ഒന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം മസാല ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്, തണുത്ത വെള്ളം ഒട്ടും ഒഴിക്കരുത്. ഇളം ചൂടിലുള്ള വെള്ളമാണ് നമ്മളിതിൽ ഒഴിക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നേരത്തെ അരിഞ്ഞ് വെച്ച നാരങ്ങയും ഒപ്പം തന്നെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിൽ ചേർത്ത് നന്നായി കുറേശ്ശെ ചേർത്ത് ഇളക്കിയെടുക്കുക. അപ്പോൾ ഒന്ന് ഗ്രേവി ഒന്ന് തിക്കായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഗ്രേവി നല്ല തിക്കായിട്ട് വരും. ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത്, ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതേ നമ്മുടെ പിക്കിളൊക്കെ റെഡിയായി. അപ്പോൾ ഓണത്തിനുള്ള പിക്കിളും വറുത്തുപ്പേരി, ശർക്കരപ്പേരി അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ളത് കുറച്ച് സദ്യക്കുള്ള പിന്നെ എന്താ പറയുക വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതും കൂടെ ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ലുലു പോയിട്ട് ഷോപ്പിംഗ് ചെയ്ത സമയത്ത് അവിടെ ശരിക്കും നല്ല ഭംഗിയായിട്ട് ഒരു ഓണച്ചന്തയുടെ ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നിങ്ങളായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ലുലു മാളിലാട്ടോ പോയത്. ക്യാപിറ്റൽ മോൾ പറയും, അവിടെ തന്നെയാണ് പോയത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഒരു ഓണത്തിൻ്റെ ഫീലായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാ സാധനങ്ങളും അവിടെ നിന്നാണ് വാങ്ങിച്ചത്. നമുക്ക് വെജിറ്റബിൾസ് മാത്രമേ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓണക്കോടി കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ തവണ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൂക്കളൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത്ര ഒരു വിലയൊന്നും പറയാനൊന്നുമില്ല. എല്ലാ പൂക്കളും നല്ല അഫോർഡബിളായ പ്രൈസിൽ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായി ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതാ വാഴയിലയും
പിന്നെ സദ്യയ്ക്ക് വേണ്ട എല്ലാ വെജിറ്റബിൾസും എല്ലാം അവിടുന്ന് വാങ്ങിച്ചു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാ ഐറ്റംസും ഉണ്ട്. കായയുണ്ട്, പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ചക്കയും എല്ലാം, പഴം, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഷോപ്പിങ്ങിന് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ തോന്നി ലിസ്റ്റൊന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു കോർണറിൽ നിന്ന് അങ്ങോട്ട് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം പോലും നമുക്ക് മിസ്സാവാണ്ട് എല്ലാ ഐറ്റംസും നമുക്ക് എടുക്കാൻ പറ്റും. കാരണം അത്രയും എന്താ പറയുക, എല്ലാം ഒരു ഐറ്റം പോലും വിടാണ്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവിടെ ദേ ഒരു പായസം മേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് ഒരു 10 വെറൈറ്റിയോളം പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. ഇനി നമുക്കുള്ളത് നമ്മുടെ ഓണസദ്യയുടെ ഒരുക്കങ്ങളും ഓണക്കോടി ഉടുക്കലൊക്കെയാണ്. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്.